ഹായ് ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ വീഡിയോ ഇത്തിരി ലാഗായില്ലേ? ലാഗാവാൻ കാരണം വിഷുവൊക്കെ അല്ലേ, അപ്പൊ കുറച്ച് ഓട്ടപ്പാച്ചില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് വീഡിയോസ്, എന്നാലും ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാർക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സുകളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് തന്നെയായിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ താലില് ഇപ്പൊ കഴിഞ്ഞ ട്യൂട്ടോറിയൽ വീഡിയോയിൽ ഉണ്ടായിരുന്ന 2 സ്റ്റൈല് ഡാൻസ് ഒക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത്. അതൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാള് പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സോങ് ആണ്. ദ്വാദശിയിൽ മണിദീപിക തെളിഞ്ഞത്. സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? സമൃദ്ധ സുനിൽ ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോയുടെ റീക്രിയേഷൻ പോലെ. അപ്പൊ സമൃദ്ധ സുനിൽ ചെയ്തിട്ടുള്ള ആ വീഡിയോയുടെ റീക്രിയേഷൻ ആണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ചെയ്ത് നോക്കാം. ഞാൻ 2-3 പ്രാവശ്യം അത് കണ്ടപ്പോ എനിക്ക് നല്ല സ്റ്റെപ്സ് ഒക്കെയാണ്. വളരെ സിമ്പിളാണ്. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള ഒരു ഡാൻസ് ആണത്. അപ്പോ കോളേജ് ഡേയ്സിനും പിന്നെ എന്തെങ്കിലും മാരേജ് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടാവുമ്പോ, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പോലും ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നെക്സ്റ്റ് ഇയറിൽ വരുന്ന നമ്മളുടെ ദീപാവലിയോ അങ്ങനെയുള്ള കാർത്തിക വിളക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ചെയ്യാൻ, അതായത് അത് കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സോങ്ങും ഒരു ഡാൻസും ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫുള്ളായിട്ട് ചെയ്യാനാണ് പറയുന്നത്. നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് ഫുൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അത് എനിക്ക് ലോങ് വീഡിയോ ആയിട്ട്, അതായത് ഇപ്പൊ ഒരു 5 മിനിറ്റ് അല്ലേ പാട്ട് ഉണ്ടാവുക, ആ പാട്ട് ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് കോപ്പിറൈറ്റ് കിട്ടും ഫുള്ളായിട്ട് ഇടുമ്പോ. എനിക്കതിന്റെ രീതികളൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് ഷോർട്സ് ആയിട്ട് ഒരു പാട്ട്, ആ പാട്ട് എടുത്തിട്ട് അതിന്റെ ഷോർട്സ് ഒരു 3-4 എണ്ണം അങ്ങനെ 60 സെക്കൻഡിന്റെ വെച്ചിട്ട് ഷോർട്സ് ആയിട്ട് ഇടാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫുൾ സ്റ്റെപ്പ് കിട്ടും. അപ്പൊ ഷോർട്സ് എന്തായാലും വാച്ച് ചെയ്യാന്നുള്ളതാണ്. കാര്യം കൂടെ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഇത്തിരി കൂടാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഷോർട്സ് ആയിരുന്നു ഇട്ടിരുന്നത്. ആ ഷോർട്സ് തന്നെ 15 മിനിറ്റ്, ഏകദേശം 15 മിനിറ്റിന്റെ അടുപ്പിച്ചൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പോ ഒരു 5 മിനിറ്റിന്റെ വീഡിയോ ആവുമ്പോ, അത് ട്യൂട്ടോറിയൽ വീഡിയോ ആകുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് പറഞ്ഞ് ഫലിപ്പിക്കണം അല്ലെങ്കിൽ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലെങ്ത് കൂടിപ്പോവും. ഞാനിത് ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്ന ഇങ്ങനത്തെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ എത്ര ലെങ്ത് പോകും, അത് എത്ര പേര് കാണും, നമുക്കൊരു 5K അല്ലെങ്കിൽ ഒരു 10K, കുറഞ്ഞതൊരു 5K വ്യൂസ് എങ്കിലും പോയെങ്കിൽ നമ്മൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് വീഡിയോസ്, അതായത് ഫുൾ വീഡിയോ, ഒരു പാട്ടെടുത്ത് ഫുള്ളായിട്ട് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അതല്ല, ഇത് കാണാൻ ആരുമില്ല, ഒരു 100, 150, 200 പേരൊക്കെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ അതിന്റെ ടൈമും വേസ്റ്റ് ആവും. അത്ര പേരല്ലേ കാണുള്ളൂ. നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ തലയ്ക്ക് പ്രാന്ത് പിടിക്കും. അപ്പോ കാരണം ഞാൻ ചില സമയങ്ങളിൽ ചില അബദ്ധങ്ങളൊക്കെ പറയാറുണ്ട്. അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണമല്ലോ ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് വീഡിയോയുടെ ലെങ്ത് കൂടിയാലും നിങ്ങൾ ക്ഷമയോടെ ഇരുന്ന് കാണുക. ഒരു 10K വ്യൂസ് എങ്കിലും അല്ലെങ്കിൽ ഒരു 5K വ്യൂസ് എങ്കിലും, കുറഞ്ഞതൊരു 5K. ഇവിടെ മഴ പെയ്തു ഗൈസ്. അപ്പൊ ഇനിയിപ്പോ വീഡിയോ എടുക്കല് നടക്കില്ല. ഓക്കെ, അപ്പൊ ഞാൻ ബാക്കി വീഡിയോ നാളെ ചെയ്യുന്നതാണ്. നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്തോ മഴ പെയ്യണത്? കണ്ടോ, മഴ ഇങ്ങനെ തുള്ളിയായിട്ട് വീഴണേ ഉള്ളൂ. എന്നാലും ഈ അവസ്ഥയിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല. കണ്ടോ? ഓക്കെ, ഈ വീഡിയോയില് സമൃദ്ധാസുകൾ ചെയ്യുന്നത് സ്റ്റാർട്ടിങ്ങില് തിരിഞ്ഞു നിന്നിട്ടാണ് ചെയ്യുന്നത്. അതായത് ഓഡിയൻസിന് നമ്മൾ ബാക്ക് സൈഡാണ് കാണുക. അപ്പൊ ആ രീതിയിലാണ് ചെയ്യുന്നത്. എന്നിട്ട് ഫ്രണ്ടിലേക്ക് നടന്നു വരുന്നതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ,
ഇങ്ങനെ കുറച്ച് സ്പീഡിൽ നടന്നു വരുന്നതാണ്. ഓക്കെ, ഒന്നും കൂടെ ചെയ്യാം. ഇങ്ങനെ നടന്നു വന്നു. ഇനി നെക്സ്റ്റ് അതിനുശേഷമുള്ള സ്റ്റെപ്സ് ഏതൊക്കെയാന്ന് നോക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത്? 1 1 2 3 4, വീണ്ടും 1 1 2 3 4. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, ഒന്നും കൂടെ കാണിക്കാം. കാലിങ്ങനെ പൊക്കി വെക്കുക. 1 2 3 4. അടുത്ത കാല് പൊക്കി വെക്കുന്നു. 1 2 3 4. ഇതാണ്. പിന്നെ നെക്സ്റ്റ് കൈ ഇങ്ങനെ ഇടുന്നു. 1. അടുത്തതിന് കൈ ഇങ്ങനെ വെച്ചിട്ട് 2 നടക്കാം. 1 2. എന്നിട്ടൊരു കറക്കം. കറങ്ങി കൈ ഇങ്ങനെ കൊടുക്കുന്നു. ഓക്കെ, കൈ ഇപ്പുറത്ത് ഇങ്ങനെ ഒരു ഡോളം ഇങ്ങോട്ട് സൈഡിലോട്ട് ഇട്ടിട്ട് കയ്യില് അളപത്മം പിടിച്ചിട്ട് ഒരു കാലിങ്ങനെ പൊക്കി നിൽക്കാം. ഓക്കെ, അപ്പൊ അതൊന്നും കൂടെ കാണിക്കാം. 1 2. ജസ്റ്റ് കറങ്ങുന്നു ഇങ്ങനെ. ഓക്കെ, ഇതാണ് അടുത്ത സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് 1 2 3 4. 1 2 3 4. 1 2 1 2. ജസ്റ്റ് ഇങ്ങനെ കാലിങ്ങനെ ഇപ്പുറത്തെ കാലൊന്ന് ജസ്റ്റ് ഇങ്ങനെ പൊക്കി ഇങ്ങനെ. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ 1 2 3 4 1 2. ഇവിടെ ഒരു ജസ്റ്റ് ഒന്ന് താളം പിടിക്കുന്ന പോലെ ഒന്ന് നീട്ടിക്കൊണ്ട് 2 പ്രാവശ്യം ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പൊങ്ങി കൊടുക്കുക. വീണ്ടും 1 2 3 4 1 2. വീണ്ടും ഇത് തന്നെ സെയിം സ്റ്റെപ്പ് തന്നെയാണ് 2 പ്രാവശ്യം ചെയ്യുന്നത്. ഒന്നും കൂടെ ചെയ്യാം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് സംഭവം. നെക്സ്റ്റ് ബാക്കിലേക്ക് ഒന്ന് ഇറങ്ങണ സ്റ്റെപ്പാണ്. ഇതൊന്ന് കറങ്ങിയിട്ട് ഇങ്ങനെ. ഓക്കെ, ഒന്നുകൂടെ ചെയ്യാം. അത് ഇങ്ങനെയോ എങ്ങനെയോ നിങ്ങളുടെ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ, ഒന്നും കൂടെ ചെയ്യാം. ആ വീഡിയോയില് ഇങ്ങനെയല്ല, നേരെ തിരിച്ച് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ മുഖം ജസ്റ്റ് ഒന്നും മറയണ പോലെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കാന്ന് പറഞ്ഞത്. ഇതിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയുണ്ടാവുക നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ്. അപ്പൊ എനിവേ നിങ്ങൾക്ക് ഏത് സൗകര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാൻ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് കാണിച്ചു തരാം. ബാക്കിലേക്ക് ഇറങ്ങുന്നതാണ്. ഇതാണ് സംഗതി. ഒന്നുകൂടെ കാലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി ബാക്കിലേക്ക് ഇറങ്ങുന്നതാണ് കേട്ടോ. അപ്പൊ ഒന്നും കൂടെ ചെയ്യാം. ഇതാണ്. അത് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അതെങ്ങനെയാ നിങ്ങളുടെ സൗകര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. വീഡിയോയില് ഇങ്ങനെ കാണുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാല് നമ്മൾ ഇങ്ങനെ നിന്നു ഇല്ലേ, നിന്നിട്ട് ബാക്കിലോട്ട് തിരിയാണ്. ഓക്കെ, ഇങ്ങനെ ദ്വാദശിയിൽ മണിദീപിക തെളിഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ഈ സൈഡിലോട്ട് ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് തന്നെ ഫ്രണ്ടിലോട്ട് നോക്കിയിട്ട് നടന്നു വരിക. 1 2 3 4. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ ചെയ്യാം. നമ്മളിങ്ങനെ നിൽക്കുകയാണ്, കാല് നീട്ടി വെച്ചിട്ട് നിൽക്കുകയാണ്. കൈ ഇവിടെയാണ്. എന്നിട്ട് ഈ കാല് വെച്ചിട്ട്, ഈ ബാക്കിലുള്ള കാല് വെച്ചിട്ട് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് ഇപ്പുറത്തെ സൈഡില് കാല് നീട്ടുന്നു, ലെഫ്റ്റ് ലെഗ് നീട്ടുന്നു. ഓക്കെ, ദ്വാദശിയിൽ മണിദീപിക തെളിഞ്ഞു. ഓക്കെ,
മാനസമേ ഇനി പാടൂ എന്നുണ്ട്. ഓക്കെ, അതെങ്ങനെയാ നോക്കാം. പാടൂ എന്നുള്ളതിന് കറങ്ങലാണ്. അപ്പൊ ഇങ്ങനെ വരുന്നു, മാനസമേ. ഓക്കെ, ഇങ്ങനെ കറങ്ങാം. വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നടന്ന് കറങ്ങാം. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ ചെയ്യാം. കൈ ഇങ്ങനെ വെച്ചു. ദ്വാദശിയിൽ മണിദീപിക തെളിഞ്ഞു, മാനസമേ ഇനി പാടും. ഓക്കെ, കറങ്ങി വന്നു. ഇനി പാരാകെ ഹരിചന്ദ്ര മഴയിരുന്നു. അങ്ങനെ എന്താണ് ലൈൻ. അപ്പൊ അത് നോക്കാം. എനിക്ക് പാടാൻ അത്ര വശമില്ല, അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ലിറിക്സ് അറിയാം, അപ്പൊ പറഞ്ഞ് ചെയ്യാം. പാടാൻ അത്ര വശമില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എങ്ങനെയാണ് അതിന്റെ ഭാഗം എന്ന് നോക്കാം. നെക്സ്റ്റ് വീണ്ടും ദ്വാദശിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ആ ലൈൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ അതെങ്ങനെ നോക്കാം. 1 2 3. ഓക്കെ, കൈ കാണുന്നുണ്ടോ? 1 2 3 4 ഇതാണ്. ഓക്കെ, എന്നിട്ട് നടക്കാം. 1 2. ഓക്കെ, ഇതാണ് ചെയ്യുന്നത്. ഒന്നും കൂടെ ചെയ്യാം. 1 2 3 4 1 2. എന്നിട്ട് ദീപിക തെളിഞ്ഞു. അതെങ്ങനെയെന്ന് നോക്കാം. ഓക്കെ, കാല് വെറുതെ ജസ്റ്റ് താത്തേത്. ഡാൻസ് പഠിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാം. താത്തേത ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് വരിക. ഓക്കെ, നോക്കാം. 1 2 3 4 1 2 3 4. അപ്പൊ ഒന്നും കൂടെ ചെയ്യാം. 1 2 3 4 1 2. എന്നിട്ട് ഏതാണ് ചെയ്യുന്നത്? 1 2 3 4 1 2 3 4. ഒന്നും കൂടെ ചെയ്യാം. 1 2 3 4 1 2 1 2 1 2 3 4 1 2 1 2 3 4 1 2 3 4. ഓക്കെ, നോക്കാം. ആ ഭാഗം കൂടെ നോക്കാം. കൈ ഇവിടെ പിടിക്കുക. ദ്വാദശിയിൽ ഓക്കെ, ഓക്കെ, അതാണ് അതിന്റെ സ്റ്റെപ്പ്. അപ്പൊ നമുക്ക് അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് നോക്കാം. 1 2 3 4 1 2. എന്നിട്ട് കൈ ഇങ്ങനെ പിടിക്കുക. 1 2 3 4 1 2 3 4. അത് രണ്ട് സൈഡിലേക്കായിട്ടാണ് കാണിക്കുന്നത്. ആദ്യത്തത് 1 2 3 4 1 2 3 4. ഓക്കെ, റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും. ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുത്തിട്ട് റൈറ്റ് സൈഡിലേക്കും, ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്കും, അങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 1 2 3 4 1 2 1 2 3 4 1 2 3 4. ആദ്യത്തെ ദ്വാദശിയിൽ ഇങ്ങനെ തിരിഞ്ഞുള്ള ദ്വാദശിയിൽ എടുത്തില്ലേ? ദ്വാദശിയിൽ മണിദീപിക തെളിഞ്ഞു, മാനസമേ. ഇനി പാടും കറങ്ങുന്നുണ്ട് കേട്ടോ. കറങ്ങിയിട്ട് അത് ചെയ്യുന്നത്. അപ്പൊ ഒന്നുകൂടെ നോക്കാം. ദ്വാദശിയിൽ മണി ദീപിക തെളിഞ്ഞു. ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. മാനസമേ ഇനി പാടൂ. ഓക്കെ, കറങ്ങുന്നുണ്ട്. ഇങ്ങനെ പിടിച്ചിട്ടാണ് കറങ്ങുന്നത്. നെക്സ്റ്റ് ദ്വാദശിയിൽ. ഓക്കെ, 1 2 1 2 3 4 1 2 3 4. പിന്നത്തെ മാനസമേ ഇനി പാടൂ ഇങ്ങനെയാണ് ചെയ്യുന്നത്. മാനസമേ ഇങ്ങനെ കാണിക്കുന്നത്. അഗെയിൻ ഇങ്ങനെ വീണ്ടും കാണിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സ് എന്നുള്ളത് ഇങ്ങനെ കാണിക്കാം. ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ കടകാമുഖ മുദ്ര പിടിച്ചിട്ട് ഇങ്ങനെ ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പൊ മാനസമേ ഓക്കെ, ഇതാണ് ചെയ്യുന്നത്. അപ്പൊ ഒന്നും കൂടെ നോക്കാം. 1 2 3 4 1 2 1 2 3 4 1 2 3 4 1
2 1. അപ്പൊ ആ മാനസമേ കുറച്ച് സ്പീഡിലാണ് നടക്കുന്നത്, ബാക്കിലേക്കാണ്. മാനസമേ. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യണത്. സമ്പ്രദായയുടെ വീഡിയോയില് ഇങ്ങനെയാ കാണുന്നത്. മാനസമേ ഇതാണ് ചെയ്യണത്. നമുക്ക് മാനസം ഇങ്ങനെ വെച്ചിട്ട് എടുക്കാം. നിങ്ങൾ ചെയ്യുമ്പോ ഇങ്ങനെ വെച്ചിട്ട് എടുത്തോളൂ. കുറച്ചും കൂടെ ഒരു വ്യത്യസ്തത ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഓക്കെ, ഇതാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഇവിടെ തുടങ്ങി നോക്കാം. ദ്വാദശിയിൽ മണിദീപിക, ദ്വാദശിയിൽ മണിദീപിക തെളിഞ്ഞു മാനസമേ. ഇനി പാടു കറങ്ങി. ഇത് 1 2 ദ്വാദശിയിൽ ഇങ്ങനെ വെച്ചു. നെക്സ്റ്റ് ദീപിക തെളിഞ്ഞു മാനസമേ. ഓക്കെ, ഇപ്പൊ ഇത്രയും വരെ ആ ദ്വാദശിയിൽ തുടങ്ങി. ഇതും ഒക്കെ ഈ 2 ദ്വാദശിയിലും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മള് പാടു എടുത്തില്ലേ? അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു നീട്ടുണ്ട്. നീട്ടും പാരാഗെ ഹരിചന്ദന വഴിയിൽ നിന്നും മറ്റൊരു ഭാഗമുണ്ട്. അപ്പൊ പാടു നീങ്ങിട്ട് പാരാഗെ ഹരിചന്ദന ഇങ്ങനെ നീങ്ങാം. കൈ ഇങ്ങനെ വെക്ക. 1 2 3. അപ്പൊ ഒന്നും കൂടെ അത് നോക്കാം. പാടു. അയ്യോ, ഓക്കെ. എന്നിട്ട് പാരാഗേ ഹരിചന്ദന മഴ. കൈ മുകളില് അളപത്മാണ് കേട്ടാ. ഇത് 2 എണ്ണം ചെയ്യാ. 1 2 ചെയ്യാ. അത് കഴിഞ്ഞ് മുകളില് അളപത്മം പിടിച്ചിട്ട് സെയിം തന്നെ കാല് ഇങ്ങനെ ചവിട്ടി പോക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പൊ പാടൂ. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് പാരാഗെ വരുന്ന ആ ഭാഗത്തിന്റെ കുറച്ച് 2 സ്റ്റെപ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാണാം നമുക്ക്. മഴയിൽ അവിടെ കൈ അവിടെ വെക്കുന്നുണ്ട്. എന്നിട്ട് ശ്രീയേ ദും ശുഭ നർത്തനലഹരി അവരെന്തോ ഒരു സംഭവമുണ്ട്. അതിന് ചെയ്യുന്നത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ നോക്കാം. അപ്പൊ ഇത് മനസ്സിലാക്കിണ്ടാവുന്ന വിചാരിക്കുന്നു. നമ്മള് ഇനി പാടൂ. മഴയിൽ അതിന്റെ അവസാനം കൈ ഇവിടെ കൊണ്ടുവയ്ക്കാം. ഓക്കെ, എന്നിട്ട് 1 2 3 4 1 2 3 4 വെക്കാം. കാല് 1 2 3 4 1 2 3 4. ഓക്കെ, നമ്മളിപ്പോ ചെയ്തത് 2 തരത്തിൽ കാണിക്കാം. ഒന്ന് 1 2 3 4 1 2 3 4 ചെയ്യാം. അതല്ലെങ്കിൽ 1 2 3 1 2 3 1 2 3 1 2 3 ഇങ്ങനെ നടന്നിട്ടും ചെയ്യാം. ഇങ്ങനെ നടന്നിട്ടാണ് ആ വീഡിയോയിൽ കാണുന്നത്. ഇതാവുമ്പോ കുറച്ചും കൂടെ സിമ്പിൾ ആവും. ഇത് ദിത്തിത്തേ ചെയ്യുന്ന മോഡലിലാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എളുപ്പം ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം. ഓക്കെ, 1 2 3 1 2 3 1 2 3 1 2 3 2 കൈയിലും അളപത്മം പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതാണ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മള് ഇതിങ്ങനെ ചെയ്തു. ഓക്കെ, കൈ ഇവിടെ വെച്ചു. 1 2 3 1 2 3 1 2 3 1 2 3 പോയി. എന്നിട്ട് അവിടുന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ 1 2 3 4 വന്നു. ഓക്കെ, ഇങ്ങനെ വന്നിട്ട് നെക്സ്റ്റ് വരുന്നത് സംഗീതം എന്നുള്ളതാണ്. അതിന് ഹംസാസി മുദ്ര പിടിച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പറഞ്ഞിട്ട് ബാക്കിലേക്ക് പോവാ. സംഗീതം എന്നിട്ട് ഫ്രണ്ടിലേക്ക് വരിക. പിന്നെ ഹമ്മിങ്ങിന് പുറകിലേക്ക് പോവാ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ വന്നിട്ട് വീണ്ടും ഒരു കറക്കം. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും വരുന്നത് ദ്വാദശിയിലാണ്. അത് നമ്മൾ ഫസ്റ്റ് എടുത്തില്ലേ, ആ ദ്വാദശിയിലാണ്. അപ്പൊ ഇങ്ങനെ 1 2 3 1 2 3 1 2 3 1 2 3 പോയതിനു ശേഷം ഇങ്ങനെ വന്നു. 1 2 3 ഇങ്ങനെ വന്നു. അതിനുശേഷം സംഗീതം
ഓക്കെ, ഇതാണ്. അങ്ങനെ കറങ്ങി ഫ്രണ്ടിലോട്ട് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുക. ഓക്കെ, ഒന്നും കൂടെ ചെയ്യാം. നിങ്ങൾക്കിത് ക്ലിയർ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ പറയുന്നത് കേട്ടോ. അല്ലാണ്ട് വീഡിയോയുടെ ലെങ്ത് കൂട്ടാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല, വീഡിയോയുടെ ലെങ്ത് കൂട്ടണത്. അപ്പൊ ഒന്നും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. നോക്കാം നമുക്ക്. അപ്പൊ ഇങ്ങനെ വന്നു, ഇത് ചെയ്തു. പിന്നെ നമ്മള് ഏതാ ചെയ്ത 1 2 3 1 2 3 1 2 3 1 2 3 ഇത് ചെയ്തു. അത് കഴിഞ്ഞ് കാലിങ്ങനെ കുത്തി കുത്തി ഇത് ചെയ്തു. അത് കഴിഞ്ഞ് സംഗീതം ചെയ്തു. ബാക്കിലേക്ക് ഇറങ്ങി ഇന്നൊന്ന് കറങ്ങി. ഓക്കെ, ഇത് ഇത്രയും ഭാഗമാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത ഭാഗം നമുക്ക് നോക്കാം. നെക്സ്റ്റ് ദ്വാദശിയിൽ എങ്ങനെയാ? ദ്വാദശിയിൽ മണിദീപിക തെളിഞ്ഞു മാനസമേ ഫ്രണ്ടിലേക്കാണ്. ഞാനിവിടെ എന്റെ തല കാണില്ല. മാനസമേ ഫ്രണ്ടിലേക്ക് എടുത്താല് അതാണ് കുറച്ച് ബാക്കിലേക്ക് നിന്നത്. മാനസമേ ഇനി പാടൂ. ഓക്കെ, അപ്പൊ മാനസമേ ബാക്കിലേക്ക് എടുത്ത പാടൂ ഫ്രണ്ടിലേക്ക് എടുക്കാം. ഓക്കെ, ഒന്നും കൂടെ ചെയ്യാം. ദ്വാദശിയിൽ മണിദീപിക തെളിഞ്ഞു മാനസമേ. ഓക്കെ, ഇതാണ് ആ ഭാഗത്ത് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ വരുന്നത് ഒരു ഇടിയുടെയും മഴയുടെയും ഒക്കെ ആ ഒരു BGM ആണ്, ഒരു സൗണ്ട് എഫക്റ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഭാഗത്ത് ഇപ്പൊ നമ്മള് പാടു ബാക്കിലേക്ക് ഇറങ്ങി പെട്ടെന്ന് അത് നിങ്ങൾ എക്സ്പ്രഷനൊക്കെ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈൽസ് ഇടുക. അതുപോലെ ഒന്ന് ചില സ്ഥലങ്ങളിൽ നമ്മള് കഴുത്ത് ഒക്കെ ഇളക്കി ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ അറിയാലോ. ഡാൻസ് പഠിക്കുന്നവർ അല്ലെങ്കിൽ ഡാൻസ് കണ്ടിന്യൂസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും എങ്ങനെയാണ് ഏതൊക്കെ ഭാഗത്ത് എന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതുപോലെ അതിന്റെ ഔചിത്യം എന്താണോ അതിനനുസരിച്ച് തന്നെ ആ ഭാഗങ്ങളിൽ ചെയ്തു പോവാ. അതുപോലെ എക്സ്പ്രഷൻ കൊടുക്കേണ്ട ഭാഗങ്ങളിൽ അതൊക്കെ ചെയ്തു പോവാ. ഓക്കെ, അപ്പൊ ആ മഴയുടെയും ഒക്കെ സൗണ്ട് ആണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ മഴ പെട്ടെന്ന് മുകളിലേക്ക് നോക്കുക, എന്നിട്ട് ഓടുക. എന്നിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊക്കെ ഒന്നിങ്ങനെ ആ മഴയെ ഇങ്ങനെ ആസ്വദിച്ച് നമ്മൾ സ്വാഭാവികമായിട്ട് നോർമലി നമ്മൾ ചെയ്യാറില്ലേ അതുപോലൊക്കെ തന്നെ ചെയ്യാം. ഓക്കെ, പോയില്ലേ പുറകേക്ക് പോയതിനു ശേഷം 1 2 3 4 1 2 3 4 1 2 3 4. ഓക്കെ, നമുക്ക് നോക്കാം ഒന്നും കൂടെ. ഇതാണ് ആ ഭാഗം. അപ്പൊ ഒന്നും കൂടെ 1 1 2 3 4 1 2 3 4 1 2 3 4. കുറച്ച് സ്പീഡിലാണ്, പാട്ടിന്റെ സ്പീഡ് അനുസരിച്ച് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഞാൻ സ്ലോലി ചെയ്ത് നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സ്പീഡിൽ ചെയ്യുമ്പോൾ തിരുത്തി എടുക്കാനുള്ള സാവകാശം ഉണ്ടാവില്ല. അപ്പൊ ജസ്റ്റ് കൈ ഇങ്ങനെ വെച്ച് നടന്നോളൂ. ഒന്നിലേ കൈ ഇങ്ങനെ വെക്കുക, അതല്ലേ കൈ ഇങ്ങനെ ഡോളാഹസ്തത്തിൽ ഇടാം. ഓക്കെ, അപ്പൊ നോക്കാം. ഡോളാഹസ്തത്തിൽ ഇടുമ്പോ എങ്ങനെയാണ് നോക്കാം. ഇങ്ങനെ. ഓക്കെ, ഒന്നും കൂടെ. ഓക്കെ, ഒന്നും കൂടെ ചെയ്യാം. കാല് വെച്ച് നടക്കാണ്, ഇത് വേണ്ട എന്നാണ് പറഞ്ഞത് കേട്ടോ. അത് ചെയ്യേണ്ട, അത് ചെയ്യുമ്പോഴേക്കും നമുക്ക് എത്തില്ല. അപ്പൊ നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു കറക്കാണ്. കൈയൊക്കെ നല്ല നീട്ടി സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് കൈ ഇങ്ങനെ തിരിക്കുക. ഓക്കെ, കറക്കം മുഴുപ്പിക്കണില്ല, ഹാഫ് ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, അപ്പൊ പറഞ്ഞില്ലേ അത് ഇങ്ങനെ കറങ്ങി വരുന്നത് ഇങ്ങനെ സൈഡിലോട്ടാണ്, നേരോട്ടല്ല ചെയ്യണത്. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ പിടിക്കുക. ഓക്കെ, ഇത് പിടിച്ചിട്ട് ഇങ്ങനെ. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ ചെയ്തു. എന്നിട്ട് 1 2 ചെയ്തു. കാലിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തെറിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ ചെയ്യാം. 1 2 3 4 5 1 2. ഇതാണ് ചെയ്യണത്. ഓക്കെ, ഇവിടുന്ന് എടുത്ത് കൈ ഇവിടെ വെച്ചു, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാലുകൊണ്ട് തെറിപ്പിക്കാം. ഇതാണ് ചെയ്യുന്നത്. അപ്പൊ ഒന്നും കൂടെ നമ്മൾ ഇവിടുന്ന് ഒന്ന് കറങ്ങി വന്നു, കൈ ഇവിടുന്ന് എടുത്ത് ഇങ്ങനെ വെച്ചു, 1 2 ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ആ ഭാഗം ചെയ്യുന്നത്. അതും ഒരു ചെറിയൊരു BGM ആണ് കേട്ടോ. അടുത്ത ഭാഗത്തത്
ഒരു ഫ്ലൂട്ടിന്റെ ഭാഗം വരുന്നുണ്ട്. അവിടെ ചെയ്യാനുള്ളത് 1 2 3 1 2 3 1 2 3 4. ഓക്കെ, ഇതാണ് ചെയ്യുന്നത്. ഓക്കെ, 1 2 3 സ്റ്റെപ്പ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിൾ ആവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, നോക്കാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നോക്കാം. അപ്പൊ അടുത്തതും ആ ഫ്ലൂട്ടിന്റെ തീരണില്ല. വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. 1 2 3 4 1 2 3 4 എന്നിട്ട് 1 2 3 4 4 തിരിഞ്ഞ് ഫ്രണ്ടിലേക്ക് വരിക. അത് കഴിഞ്ഞിട്ട് 1 2 3 4 1 2 3 4 ആണ് ചെയ്യുന്നത്. കാല് ബാക്കിലേക്കുള്ള സ്റ്റെപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. 1 2 3 4 1 2 3 4. ഓക്കെ, ഇതാണ് ബാക്കിലോട്ട് നടന്ന് നമ്മൾ കാണിക്കുക. അപ്പൊ അതിന് മുമ്പുള്ള, അതായത് 1 2 3 ഇതിന് ശേഷമുള്ള സ്റ്റെപ്പാണ് ഞാൻ കാണിക്കുന്നത്. 1 2 3 4 1 2 3 4 വീണ്ടും തിരിഞ്ഞു. 1 2 3 4 1 2 3 4. ഓക്കെ, ഒന്നും കൂടെ ചെയ്യാം. സ്ലോലി ചെയ്യാം കേട്ടോ. ഓക്കെ, 1 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഒന്നും കൂടെ ചെയ്യാം. 3 സ്റ്റെപ്പ്. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ എങ്ങനെയാ വന്നത്, ഇങ്ങനെ കറങ്ങി 1 2 3 4 1 2 3 4 അല്ലേ ഇപ്പൊ നിൽക്കുന്നത്. എന്നിട്ട് അവിടുന്ന് കറങ്ങും. 3 കറക്കം. അങ്ങനെ 3 കറക്കണ്ട്. അത് കറങ്ങി വന്ന് നിക്കാം. ഓക്കെ, അപ്പൊ ബാക്കിൽ നിന്ന് കറങ്ങി വന്നേ കാണിക്കാം. കൈ ഇങ്ങനെ നിക്കാം. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഡ്രോപ്സ് വീഴുന്നതായിട്ടുള്ള ഒരു ബീജിയമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് ഇങ്ങനെ തന്നെ നിൽക്കുക. അതിനുശേഷമുള്ളത് ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിന്നതിന് ശേഷം ഇങ്ങനെ കറങ്ങുകയാണ്. ഓക്കെ, കറങ്ങി അവിടെ നിൽക്കുന്നു. നെക്സ്റ്റ് വാർക്കുഴലിൽ നീർക്കണങ്ങൾ നടക്കുക. വാർക്കുഴലിൻ നീർക്കണങ്ങൾ. ഓക്കെ, നോക്കാം. അപ്പൊ ഈ റൈറ്റ് കാലം നീട്ടി ലെഫ്റ്റില് ഇരുന്നിട്ട് ചെയ്താൽ കുറച്ചും കൂടെ എളുപ്പമാവും നീർക്കണങ്ങൾ വരാനായിട്ട്. ഓക്കെ, ഒന്നും കൂടെ നോക്കാം. വാർക്കുഴലിൽ നീർക്കണങ്ങൾ. റൈറ്റ് കാലം നീട്ടിട്ട് നിൽക്കുക, ബാക്കിലേക്ക് തിരിഞ്ഞ് നിൽക്കുക. നിങ്ങൾക്ക് സൗകര്യം കറങ്ങാൻ ഈ റൈറ്റ് കാലം ഇങ്ങനെ വെച്ച് തിരിയാനായിരിക്കും സൗകര്യം. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നോക്കാം. വാർക്കുഴലിൻ നീർക്കണങ്ങൾ. ഓക്കെ, മെല്ലെ മെല്ലെ മുത്തുമാല ചാർത്തുകയാണ്. അപ്പൊ മെല്ലെ മെല്ലെ എങ്ങനെയാണ് നോക്കാം. മെല്ലെ മെല്ലെ. ഓക്കെ, ഇങ്ങനെ പേസ്റ്റ്. ഇതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അറിയാവുന്ന സ്റ്റെപ്സ് ആണ്. 1 2 3 1 2 3 1 2 3 1 2 3. ഓക്കെ, നെക്സ്റ്റ് മുത്തുമാല. ഇവിടുന്ന് മുത്തുമാല ചാർത്തുകയായി. ഓക്കെ, നോക്കാം. അതിലേക്ക് കാലൊക്കെ ഒന്ന് പൊക്കി വെച്ച് ഈ മെല്ലെ മെല്ലെ മുത്തുമാല 2 3 തരത്തിൽ ചെയ്യാം. മെല്ലെ മെല്ലെ മുത്തുമാല ചാർത്തുക ഇങ്ങനെ കാണിക്കാം. അതല്ലെങ്കിൽ മുത്തുമാല ചാർത്തുക ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഏതാ എളുപ്പം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഓക്കെ, ഒന്നും കൂടെ ചെയ്യാം. മെല്ലെ മെല്ലെ മുത്തുമാല ഇങ്ങനെ പൊക്കോട്ടെ ചാർത്തുകയായി. ഓക്കെ, അതല്ലെങ്കിൽ അതല്ലെങ്കിൽ മുത്തുമാല എന്നുള്ളത് മുത്തുമാല ചാർത്തുക ഇങ്ങനെ വെക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പ് 1 2 3 4 1 2 3 4. വേറെ ഒന്നുമില്ല. കാല് ജസ്റ്റ് 1 2 വെക്കുക. കൈ ഇങ്ങനെ കറക്കുക. അപ്പൊ അതിനനുസരിച്ച് കൈ 1 2 ഇങ്ങനെ കാണിക്കുക. അപ്പൊ നോക്കാം. 1 2 3 4 1 2 3 4.
പുറത്തേക്ക് പോവോ എന്നൊക്കെ വിചാരിച്ച് നോക്കിയിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. നമ്മളെ ചെറിയൊരു ഫോണാണ്, അപ്പൊ അതിന്റെ പോരായ്മകളൊക്കെ മനസ്സിലാക്കണം. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മൈക്കില്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വേഗം പരിഹരിക്കുന്നതാണ്. ഓക്കെ, നോക്കാം. 1 1 2 3 4 1 2 1 2 3 4 1 2 3 4. ഓക്കെ, ഇതാണ് അവിടെ ചെയ്യുന്നത്. ഒന്നും കൂടെ ചെയ്യാം. 1 2 1 2 3 4. വീണ്ടും 1 2 3 4 1 2 3 4 1 2 3 4. നെക്സ്റ്റ് വരുന്നത് ആശകളിൽ തേനലയാൽ. അപ്പൊ ഓക്കെ, ഇങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മള് ഇതെടുത്ത പോലെ തേനലയാൽ ഇങ്ങനെ ചെയ്യാം. കുറച്ചും കൂടെ വൃത്തി ഉണ്ടാവും ഇങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടും. ഓക്കെ, അപ്പൊ ആശകളിൽ ഒന്നും കൂടെ ചെയ്യാം. ആശകളിൽ ഒന്ന് കാല് നിരക്കി പോയിക്കോ, അത് കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. തേനലയാൽ കാണിക്കാം. ഓക്കെ ഓക്കെ, ആശകളിൽ തേനലയാൽ ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ, തേനലയാൽ ഇങ്ങനെ കാണിക്കുന്നതിലേക്ക് നല്ലത്. വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ആ സ്റ്റെപ്പ് അതില് ഒറിജിനൽ വീഡിയോയിലുള്ള പോലെ വീണ്ടും വരുന്നുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് മാറ്റി പിടിക്കാം. അപ്പൊ ആശകളിൽ നെക്സ്റ്റ് തുള്ളി തുള്ളി, അതായത് കാലിങ്ങനെ വെച്ച് തുള്ളി തുള്ളി ഇങ്ങനെ വരിക. എന്റെ ഉള്ള എന്ന് പറയുമ്പോ നോക്കാം. തുള്ളി തുള്ളി എന്റെ ഉള്ളം. ഓക്കെ, പാടുകയായി, അതാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ, ഒന്നില്ലെങ്കിൽ ഒരു കൈ കൊണ്ട് കാണിക്കാം, അല്ലെങ്കിൽ 2 കൈ കൊണ്ട് കാണിക്കാം. ഫ്രണ്ടിലോട്ട് വരാം. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ ചെയ്യാം. ഓക്കെ, പാടുകയെന്ന് പറഞ്ഞ് ഫ്രണ്ടിരിക്കാൻ എന്റെ തലയൊന്നും കാണില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ബാക്കിരിക്കാൻ. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ എന്റെ ഉള്ളം പാടുക ഇങ്ങനെ എടുത്തോളൂ കേട്ടാ, ഇങ്ങനെ എടുത്താൽ മതി. അപ്പൊ എങ്ങനെയാണ്? തുള്ളി തുള്ളി എന്റെ ഉള്ളം പാടുകയായി. ഓക്കെ, നെക്സ്റ്റ് കലാലോലം കണ്ണുകൾ. അതെങ്ങനെയാ? കലാലോലം കണ്ണുകൾ. ഓക്കെ, അത് സൈഡിൽ നിന്ന് ഫ്രണ്ടിലോട്ട്. കയ്യ് 1 2 3 4 ചെയ്യാം. ഓക്കെ, കലാലോലം കണ്ണുകൾ. നെക്സ്റ്റ് ഈ കലാലോലം കണ്ണുകൾ 3 പ്രാവശ്യം വരുന്നുണ്ട് കേട്ടാ. ഓക്കെ, ഒന്നില്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ കുറച്ചും കൂടെ വലുത്, കാരണം കാലം ബാക്കിലേക്കാണല്ലോ. അതുപോലെ നെക്സ്റ്റ് കളിച്ചണ്ടായി കൽപ്പന. അതിന് കാല് നോക്കുക. 1 2 1 2 3 കണ്ടോ? 1 2 സോറി 1 2 1 2. കൈ വെറുതെ ഇങ്ങനെ ആൾക്കാർ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാം. ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിലേക്ക് പോകുമ്പോ, അല്ല റൈറ്റ് ലെഗ് ഫ്രണ്ടിലേക്ക് വെക്കുമ്പോ, കൈ ഫ്രണ്ടിലേക്ക് അല്ല സൈഡ് ഫ്രണ്ടിലേക്ക് വെക്കുമ്പോ റൈറ്റ് ഹാൻഡ് ബാക്കിലോട്ട് പോവാ. 1 2 എന്നിട്ട് ആ കൈ തന്നെ എടുത്ത് ചെസ്റ്റിന്റെ അവിടെ വെച്ചിട്ട് ബാക്കിലേക്ക് തിരിയുന്നു. ഓക്കെ, നെക്സ്റ്റ് നറുതേനോ നിൻസ്വരം എന്നാണ്. അപ്പോ നമ്മള് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വന്നു, അത് കഴിഞ്ഞിട്ട് ബാക്കിലേക്ക് പോവാ. നറുതേനോ, കൈ ഇങ്ങനെ പിടിക്കാം. ഓക്കെ, നിൻസ്വരത്തിന് തിരിയാം. 1 2 3 4 1
2 3 4 1. ഓക്കെ, അപ്പൊ നോക്കാം. 1 2 3 4 1 2 3 4 1. ഓക്കെ, ഒന്നും കൂടെ. വരുന്നത് നിലാപ്പൂവോ നിന്മനം. അത് കൂടെ ഡാൻസ് ചെയ്യുന്ന എല്ലാവരും കൂടെ വന്ന് ജസ്റ്റ് ഇങ്ങനെ വട്ടം നിൽക്കും, ഇങ്ങനെ വെറുതെ നിൽക്കുകയൊക്കെ ചെയ്യാണ്. സമ്പ്രദായത്തിൽ അവിടെ വെറുതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഭാഗത്ത് നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ട്. അത് സ്റ്റേജിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും വന്ന് വട്ടം ഇങ്ങനെ പൂ പോലെ നിൽക്കുന്നതും ഒക്കെ. നമ്മളിപ്പോ ഒരാളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ വേറെ സ്റ്റെപ്പ് യൂസ് ചെയ്യണം. അതല്ല ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യുന്ന പോലെ വെറുതെ നിന്ന് നിലാപ്പൂവോ നിന്മനന്ന് കാണിച്ചാൽ മതി. ബാക്കി കൂടെയുള്ളവര് വന്ന് റൗണ്ടിലൊക്കെ നിൽക്കുമ്പോൾ അതൊരു ഭംഗിയാണ്. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ പക്ഷെ അത് ഒരു രസം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് അതിന്റെ വേർഡിനനുസരിച്ച് ലിറിക്സിനനുസരിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് മുദ്ര ചെയ്യാം. ഓക്കെ, നിലാപ്പൂവോ നിന്മനം എന്നാണ്. അപ്പൊ നിലാപ്പൂവോ നിന്മനം. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. നിലാപ്പൂവോ. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ കാലൊന്നും പൊക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ടൈപ്പിൽ ചെയ്യാം. നിലാപ്പൂവോ നിന്മനം. ഓക്കെ, എങ്ങനെ ചെയ്യാപ്പോ? നിലാപ്പൂവോ നിന്മനം. ഓക്കെ, ഒന്നും കൂടെ ചെയ്യാം. കാല് വെറുതെ ജസ്റ്റ് അകത്തി വെച്ചിട്ട് ഇങ്ങനെ പോയിട്ട് നിലാപ്പൂവോ നിന്മനം. അത് അത്രയും ചെയ്താൽ മതി. അടുത്തത് വേണ്ടത് മിഴിക്കോണിൽ അഞ്ജനം. അത് മിഴിക്കോണിൽ ഇങ്ങനെ കാണിക്കാം. 1 2 3 അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാം. ഓക്കെ, അപ്പൊ ഒന്ന് കാണിക്കാം. ഓക്കെ, ജസ്റ്റ് കാലിങ്ങനെ കുത്തി കൊടുക്കുക. കൈയ്യ് 1 2 3 4 1 2 3 4. ഇത്രയേ ഉള്ളൂ. അവിടെ ഒന്ന് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യാം. 1 2 3 4. ഇത്രയേ ഉള്ളൂ. മിഴിക്കോണിൽ അഞ്ജനം. ജസ്റ്റ് ഇങ്ങനെ കറങ്ങുന്നു, കാലിങ്ങനെ വെക്കുന്നു, കൈ ഇങ്ങനെ കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ. ഓക്കെ, ഒന്നും കൂടെ ചെയ്യാം. ജസ്റ്റ് കറങ്ങുക, ഇങ്ങനെ കറങ്ങി കാലിങ്ങനെ വെച്ച് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, ഒന്നും കൂടെ ചെയ്യാം. ഇങ്ങനെ പിടിച്ചിട്ട് കറങ്ങുന്നു, എന്നിട്ട് കൈ ഇങ്ങനെ വെക്കുക, കൈ ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് കിനാവാകും മഞ്ചലിൽ വരുനീയൻ ജീവനിൽ നിന്നാണ് കാണിക്കുന്നത്. അപ്പൊ കിനാവാകും മഞ്ചലിൽ വരുനീയൻ ജീവനിൽ. ഓക്കെ, ഒന്നും കൂടെ ചെയ്യാം. കിനാവാകും മഞ്ചലിൽ ഓടിയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇത്രയുള്ളൂ. വരുനീയൻ ജീവനിൽ, വരുനീയൻ ജീവനിൽ. അങ്ങനെ, അല്ലെങ്കിൽ കാലൊന്ന് ക്രോസ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ കിനാവാകും മഞ്ചലിൽ ഒന്നും കൂടെ ചെയ്യാം. ഒന്നുകൂടെ നോക്കാം. ദീപിക തെളിഞ്ഞത് അത് നോക്കാം. ഓക്കെ, 1 2 3 1 2 1 2 ചെയ്യാം. ദീപിക തെളിഞ്ഞു. മാനസമേ ഇനി പാടൂ. മാനസമേ ഇനി പാടൂ. ഇങ്ങനെയാണ് കാണിക്കുന്നത്. മാനസമേ മനസ്സുകളിൽ പാടൂന്ന് ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പൊ അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മാനസമേ ഇത് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം. മാറ്റി ചേഞ്ച് ചെയ്ത് ഇവിടെ രണ്ടെണ്ണം ഏകദേശം സെയിം പോലെ ആയതുകൊണ്ടാണ് മാറ്റി എടുക്കാമെന്നുള്ള ഇത് പറഞ്ഞത്. അപ്പൊ 1 2 3 1 2 1 2 1 2. ഓക്കെ, മനസ്സിനെ ഇനി പാടും. ഇത് നെക്സ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വന്നപ്പോ പാടൂ ഫ്രണ്ടിലേക്ക് വന്നിട്ട് അവിടെ ഇരിക്കാം. ഓക്കെ, ഇങ്ങനെ പോവാ, ഇങ്ങനെ പോയിട്ട് കൈ ഇങ്ങനെ തിരിച്ചു കൊടുക്കാം. ഓക്കെ, എങ്ങനെയാണ്? ഇങ്ങനെ വെച്ച കൈ നേരെ താഴെ കൊണ്ടുവന്ന് ഇടണം. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് എണീക്കാം. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7. ഓക്കെ, ഇതാണ് ചെയ്യണത്. അപ്പൊ ഒന്ന് നോക്കാം. ഇങ്ങനെയാണ് ചെയ്യണത്. 1 2 3 4 5 6
1 2 3 4 5 6. ഓക്കെ, അപ്പൊ അതൊന്ന് സ്ലോവില് കാണിക്കാം. 1 2 3 4 5 6. 1 2 3 4 5 6. ഇങ്ങനെയാണ് 1 2 3 4 ഇങ്ങനെ വരിക, മുകളിലേക്ക് പോവുക. 1 2 ഇങ്ങനെ. ഓക്കെ, കാല് 1 1 2 3 4 5 6. 1 2 3 4 5 6. ഓക്കെ, അപ്പൊ നോക്കാം. 1 2 3 4 5 6. 1 2 3 4 5 6. അത് കഴിഞ്ഞ് തിരിഞ്ഞ ബാക്കിലേക്ക് ഇങ്ങനെ ഇങ്ങനെ നടത്താം. ഓക്കെ, ഓക്കെ. ഇനി ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് നോക്കാം. അത് ബാക്കിലേക്ക് പോകുമ്പോ വെറുതെ പോവല്ല, ചിട്ട എഴുതി ചിട്ട എഴുതി ഇങ്ങനെയാണ് പോണത്. അപ്പൊ ഒന്ന് നോക്കാം. ചിട്ട എഴുതി ചിട്ട എഴുതി ചിട്ട എഴുതി ചിട്ട. ഓക്കെ, നമ്മള് ബാക്കിലേക്ക് പോയി, എന്നിട്ട് തിരിഞ്ഞു, എന്നിട്ട് കൈ ഇങ്ങനെ കൊണ്ടുവന്ന് കറക്കി അവിടെ തന്നെ വെക്കുക. ഓക്കെ, വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യുമ്പോ ഇങ്ങനെ ഈ ചെയ്യലൊക്കെ ഇത്തിരി ചുമ്മാ നിന്ന് ചെയ്യുന്ന പോലെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കാലിന്റെ ഒരു മൂവ്മെന്റും കൂടെ കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ വെക്കാം. വെറുതെ ജസ്റ്റ് കാല് നമ്മൾ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സ്റ്റെപ്പ്, കാല് ജസ്റ്റ് ഇങ്ങനെ വെക്കണ പോലെ. അപ്പൊ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. 1 2 3 1 2 3 1 2 3 പോവാ. എന്നിട്ട് കൈ ഇവിടെ വെക്കുക, കൊണ്ടുവന്ന് 1 2. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ എടുത്താല് സിംഗിൾ ആയിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. അത് കഴിഞ്ഞിട്ട് സാമജവരഗമന എന്നുള്ള പാട്ടിന്റെ ഒരു BGM വായിക്കേണ്ട അവിടെ. അപ്പൊ അതെങ്ങനെയാ നോക്കാം. തിരിച്ചേ കാലിന് ശരിക്കും എടുക്കുക. 1 2 3 1 2 3 1 2 3 1 2 3. ഓക്കെ, ഇത് 2 പ്രാവശ്യം എടുക്കുക. ഓക്കെ, 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 4. ജസ്റ്റ് കൈ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതിങ്ങനെ കൈ ഇങ്ങനെ 1 2 3 4 ഇങ്ങനെ പാട്ടിന്റെ താളത്തിന് കാല് കുത്തി കുത്തി ചെയ്യും. 1 2 വെച്ചിട്ട് ഇങ്ങനെ കറങ്ങി ബാക്കിലേക്കാണ് നിൽക്കുന്നത്. എന്നിട്ട് വീണ്ടും അവിടുന്ന് സെയിം തന്നെ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ നോക്കാം. 1 2. ഓക്കെ, എന്നിട്ട് കറങ്ങി ഇങ്ങനെ കറങ്ങി കൈ വെച്ചിട്ട്. ഓക്കെ, കറങ്ങി നമ്മള് ഇങ്ങനെയാണ് നിൽക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കൈ ഒന്ന് ഇങ്ങനെ വെക്കുക, കൈ ഇങ്ങനെ തിരിക്കുക, കാല് ബാക്കിൽ കുത്തി ഇങ്ങനെ വെക്കുക. കൈ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മുകളിലേക്ക് താഴത്തേക്കും ചെയ്യാം. ഓക്കെ, ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ടുള്ള കഴിഞ്ഞു, കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 1 2 3 1 2 3 1 2 3 നമ്മൾ ചെയ്തിട്ടുണ്ട് നേരത്തെ. 1 2 3 1 2 3 1 2 3. ഓക്കെ, എന്നിട്ട് 1. നെക്സ്റ്റ് നമ്മള് ഇതെടുത്ത് വന്ന് തിരിഞ്ഞേ, അതിന് 1 2 ഇങ്ങനെ കാല് വെച്ച് ജസ്റ്റ് ചാടി നിന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ 1 2 3 4 3 4 കൈ ഇങ്ങനെ നീട്ടിയെടുക്കാം. 1 2 3 4 ഇങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പൊ 1 2 3 1 2 3 1 2 3 1. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. അങ്ങനെ നിന്നതിന് ശേഷം ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന ഒരു സ്റ്റെപ്പാണ്. അത് കഴിഞ്ഞ് 1 2 3 4 1 2 3 4 1 2 3 4 2 3 4 1 2 3 4 1 2 3. സിമ്പിൾ ആയിട്ട് ജസ്റ്റ് കാലിങ്ങനെ നീക്കി പോകുന്നതാണ്. 1 2 3 4 1 2 3 4 1 2 3 4. സ്ലോയിലാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, 1 ബാക്കിലേക്ക് ഇങ്ങനെ പോയതിനു ശേഷം പിന്നെ 1 2 3 4 1 2 3 4 1 2 3 4. ഓക്കെ, അതല്ലെങ്കിൽ സ്പീഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 1 2 3 4 1 2 3 1 2 3 ഇങ്ങനെ ചെയ്താലും മതി. ഓക്കെ, അപ്പൊ നോക്കാം. ഇതാവും കുറച്ചുകൂടെ എളുപ്പം എനിക്ക് തോന്നുന്നു. 1 2 3 4 1 2 3 1 2 3. അത് കഴിഞ്ഞ് 1 2 3 4 1 2 3 4 നമ്മൾ ഫ്രണ്ടിലേക്ക് കയറി വരുന്നതാണ് കേട്ടോ. 1 2 3 4 1 2 3 4 1 2 3 4 അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റൈലിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഉള്ളത്
ഓഡിയൻസിനെയാണ് കാണിക്കുന്നത്. അതിൽ അവിടെ സ്റ്റെപ്പ് നമുക്ക് കാണില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കറങ്ങി നേരെ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കുന്നത് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്നത് മഞ്ഞണിയും മല്ലികയോ. അതിനെങ്ങനെയാണ് കാണിക്കുന്നത് നോക്കാം. അത് സമജാസനിൽ വെറുതെ ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ചലിപ്പിച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. നെക്സ്റ്റ് മഞ്ഞളിയും മല്ലികയോ ഇവിടെ വരെ ചെയ്യാം. നെക്സ്റ്റ് മിന്നി മിന്നി തെളിഞ്ഞു നെല്ലിയഴക്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. മെയ്യഴക് ഇങ്ങനെ കാണിച്ചു. നെക്സ്റ്റ് വരുന്നത് മാരിയിലും മാരതാവും എന്നുള്ള ആധാരം. അപ്പൊ അതിന് നമുക്ക് ഇതുപോലെ എടുക്കാം. ഓക്കെ, അപ്പൊ മെയ്യഴക് മിന്നി മിന്നി തെളിഞ്ഞു നെല്ലിയഴക്. മാരിയിലും ബാക്കിലേക്ക് ഇങ്ങനെ കേട്ടാ, ഇങ്ങനെ. ഓക്കെ ഓക്കെ, തെളിഞ്ഞു നെല്ലിയഴക്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. മെയ്യഴക് ഇങ്ങനെ കാണിച്ചു. നെക്സ്റ്റ് വരുന്നത് മാരിയിലും മാരതാവും എന്നുള്ള ആധാരം. അപ്പൊ അതിന് നമുക്ക് ഇതുപോലെ എടുക്കാം. ഓക്കെ, അപ്പൊ മെയ്യഴക് മിന്നി മിന്നി തെളിഞ്ഞു നെല്ലിയഴക്. മാരിയിലും ബാക്കിലേക്ക് ഇങ്ങനെ കേട്ടാ, ഇങ്ങനെ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ മാരിയിലും മാരതാപം, മാരിയിലും മാരതാപം. ഓക്കെ, 1 2 3 4. 1 2 ഇവിടെ വയ്ക്കാം. 3 4 5 കണ്ടിരിക്കും മാരതാപം. ഓക്കെ, നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് തെന്നി തെന്നി തെന്നം തന്നു പൂങ്കുളില്. അത് നോക്കാം. തെന്നി തെന്നി തെന്ന തന്നു പൂങ്കുളില്. ഓക്കെ, നോക്കാം. ഒന്നും കൂടെ സ്ലോലി ചെയ്യാം. തെന്നി തെന്നി കാല് തെന്നി തെന്നി തെന്ന തന്നു പൂങ്കുളില്. ഇങ്ങനെ ചെയ്യാം. കാല് ഇങ്ങനെ എടുത്ത് വെക്കാം. ഈ എടുത്ത് വെക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഒന്നും കൂടെ ചെയ്യാം. തെന്നി 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 തെന്ന്. ഓക്കെ, ഇങ്ങനെ നിൽക്കാം. ഓക്കെ, പൂങ്കുളിയില് നിന്നും അവിടെ നിന്ന് ജസ്റ്റ് കറക്കം കൊടുക്കാം. ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടൊന്ന് കറങ്ങും. ഓക്കെ, നമുക്ക് മാരിയിലും മാരതാപം തുടങ്ങി കാണിക്കാം. മാരിയിലും മാരതാപം തെന്നി തെന്നി. അതെങ്ങനെയാണ്? തെന്നി തെന്നി തെന്നൽ തന്നു പൂങ്കുളിയില്. ഓക്കെ, ഒന്നും കൂടെ. മാരിയിലും മാരതാപം തെന്നി തെന്നി തെന്നൽ തന്നു പൂങ്കുളിയില്. ഇവിടെ നിന്നെടുത്ത് ഇങ്ങനെ തെന്നൽ പിടിച്ചു കൊടുത്തുന്നെടുത്ത് കൈ താഴെ കൊടുക്കും. ഒന്നും കൂടെ. മാരിയിലും മാരതാപം, മാരിയിലും മാരതാപം. അത് ജസ്റ്റ് കൈ ഇങ്ങനെ വെച്ചില്ലെങ്കിലും ജസ്റ്റ് ഇങ്ങനെ കാണിച്ച് കാണാം. മാരതാപം തെന്നി തെന്നി തെന്നൽ തന്നു പൂങ്കുളിയില്. ഓക്കെ, അടുത്തത് നിശാഗന്ധി പൂത്തത്. അപ്പൊ 1 2. ഓക്കെ, നിശാഗന്ധി പൂത്തതോ ഇത് വെക്കാം. ഓക്കെ, നിശാഗന്ധി പൂത്തതോ. ഓക്കെ, അതല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് കറങ്ങാം. നിശാഗന്ധി പൂത്തതോ ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, ഒന്നുകൂടെ ചെയ്യാം. നിശാഗന്ധി പൂത്തതോ. ഓക്കെ, ഒന്നുകൂടെ. നിശാഗന്ധി പൂത്തതോ. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് വിരുന്നേകാൻ മന്മഥൻ. അത് നോക്കാം. വിരുന്നേകാൻ മന്മഥൻ. ഓക്കെ, നേരത്തെ മുമ്പ് ചെയ്ത പോലെ 1 2 3 1 2 3 1. ഓക്കെ, കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. വന്നത് മഴക്കാറ്റായി വന്നതോ. അപ്പൊ അതിന് കാലിങ്ങനെ കുത്തി കുത്തി പോവാ. ബാക്കിലോട്ട് കറങ്ങാം. ഇത് വഴി കറങ്ങാം. വന്നതോ. ഓക്കെ, മുഴുവനായിട്ട് ജസ്റ്റ് ബാക്കിലേക്ക് തിരിയുക. എന്നിട്ട് 1 2 ഇങ്ങോട്ട് ഇടുക. ഓക്കെ,
ഒന്നുകൂടെ ചെയ്യാം. കാലുകൾ കുത്തി കുത്തി കറങ്ങുന്നു ബാക്കിലേക്ക്. എന്നിട്ട് കൈ ഇടുന്നെടുത്തിട്ട് ഇങ്ങോട്ട് ഇടുന്നു. ഓക്കെ, 1 2 3. നനഞ്ഞല്ലോ കുങ്കുമം ഇങ്ങനെ ചെയ്യാം. നനഞ്ഞല്ലോ കുങ്കുമം. ഓക്കെ, നോക്കാം. കുയിൽപ്പാട്ടിൽ പഞ്ചമം. കുയിൽപ്പാട്ടിൽ പഞ്ചമം അത് ഫുള്ള് ഫ്രണ്ടിലേക്ക് കയറാണ്. നോക്കാം. ഓക്കെ, ഒന്നും കൂടെ ചെയ്യാം. ഓക്കെ, ഒന്നെങ്കിൽ കുയിൽ ഇങ്ങനെ പിടിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കാം കേട്ടോ. ഏതാന്ന് വെച്ചാല് അത് രണ്ടും മീനിങ് ഒന്ന് തന്നെയാണ്. കുയിൽപ്പാട്ടിൽ പഞ്ചമം വരും ജന്മം കൂടിയുന്ന് ആണ് പറയണത്. അപ്പോ അതിന്റെ ആ ഒരു ഇത് വീഡിയോയിലില്ല, അവിടെ ഓഡിയൻസിനാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും അത് ചെയ്യണം, ആ ഭാഗം ചെയ്യണം. അപ്പൊ വരും ജന്മം കൂടിയും, അപ്പൊ അതങ്ങനെ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, എന്നിട്ട് വരും ജന്മം കൂടിയും ഇത് ചെയ്യാം. ഓക്കെ, വരും ജന്മം ബാക്കിലേക്ക് എടുക്കാം കേട്ടോ. വരും ജന്മം കൂടി കൈ ഇവിടെ വെക്കാം. അപ്പൊ നെക്സ്റ്റ് അത് ഒന്നും കൂടെ ചെയ്യാം. ഓക്കെ, ഒന്നും കൂടെ ചെയ്യാം. ഇവിടെ തുടങ്ങി എടുക്കാം കേട്ടാ. കുയിൽപ്പാട്ടിൽ പഞ്ചമം. ഓക്കെ, ഇത് ഇത്രയും. ഓക്കെ, ഒന്നും കൂടെ ചെയ്യാം സ്ലോവില്. ഓക്കെ, വരും ജന്മം കൂടിയും നമ്മൾ കൈ ഇവിടെ വെച്ചത്, ഇങ്ങനെ കറങ്ങിയിട്ട് ഇവിടെ വെച്ചത്, അതങ്ങനെ വെക്കേണ്ട. അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മുദ്ര എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട്. അപ്പൊ വരും ജന്മം കൂടിയും ഏതു രാഗം പാടണം, അതാണ് ലാസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പൊ നോക്കാം. നമുക്ക് ഇവിടെ ഇട്ടു 1 2 1 2 3 4 5 കൈ മുകളിലെത്താം. നെക്സ്റ്റ് ദ്വാദശിയിലാണ് വരുന്നത്. അത് നമുക്ക് നോക്കാം. ഒന്നും കൂടെ. ദ്വാദശിയിൽ മണിദീപിക തെളിഞ്ഞു മാനസമേ മാനസമേ ഇനി പാടൂ പാടൂ. ഇങ്ങനെ വെച്ചിട്ട് ഹരിചന്ദന മഴ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണോ എടുത്തത് അതേ സെയിം തന്നെയാണ് കേട്ടോ. പക്ഷെ ശ്രീയേതും ശുഭ നന്ദനവനി. അപ്പൊ ഓക്കെ, ഒന്നും കൂടെ ചെയ്യാം. ശുഭ നന്ദനവനിയിൽ. ഓക്കെ, അപ്പൊ അതങ്ങനെ വെച്ചിട്ടൊന്ന് കറങ്ങവാനിതൻ സംഗീതം. ഓക്കെ, സംഗീതം ബാക്കിലേക്ക് ഇറങ്ങാം. ആറുള്ള ഹമ്മിങ്ങിന് കറങ്ങുകയും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കൈ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് 1 2 3 4 1 2 3 4. എന്നിട്ട് 1 2 3 4 1 2 3. ഓക്കെ, നിങ്ങൾ നോക്കാം. 1 2 3 4 1 2 3 1 2 3 4 1 2 3. ഓക്കെ, നോക്കാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. എന്നിട്ട് ഓരോ കൈ ഇതിങ്ങനെ വെച്ചിരിക്കല്ലേ. ഓക്കെ, കൈ ഇങ്ങനെ വെച്ചത് താഴെ 2 എണ്ണം മുകളിൽ 2 എണ്ണം ആക്കുക. ഇതാണ് ലാസ്റ്റ് പോസ്. ബാക്കിലേക്ക് ഒന്ന് നിന്ന് കൈ ഇങ്ങനെ വെക്കാം. ഇതാണ് ലാസ്റ്റ് പോസ്. അപ്പോ ഇതോടുകൂടി നമ്മളുടെ ദ്വാദശിയിൽ മണിദീപിക തെളിഞ്ഞു ആ പാട്ടിന്റെ ട്യൂട്ടോറിയൽ കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീണ്ടും ഉറപ്പിക്കുകയാണ്, വീഡിയോ നല്ല ലെങ്ത് ആയിട്ടുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോ നോക്കട്ടെ, സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ കൂടുന്നതിനനുസരിച്ച് ഇതുപോലുള്ള ലോങ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യും.
അതല്ല സംഭവമൊന്നും ആരുമില്ല, വ്യൂസ് ഒന്നും അധികം കയറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോസ് ആർക്കും ഇഷ്ടം ആവണില്ല, ഇത്രയും ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ആർക്കും ഇഷ്ടമല്ല എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ അത് കാരണം നമ്മൾ മുമ്പ് ചെയ്തിരുന്ന പോലെ ഷോർട്സ് ഒരു 1.5 മിനിറ്റിന്റെ 2 മിനിറ്റിന്റെ ഒക്കെ വീഡിയോ ആയിട്ട് ഇടുള്ളൂ. ഓക്കെ, ഈ വീഡിയോ ഇങ്ങനെ ഫുള്ളായിട്ട് പഠിച്ചാലുള്ളൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു 5 മിനിറ്റിന്റെ അല്ല, ഒരു 2.5-3 മിനിറ്റിന്റെ ഒക്കെ പാട്ടാണ് ഒരൊറ്റ പാട്ട് വെച്ച് ഒരു പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പകുതി ഭാഗം എടുത്തിട്ട് നമുക്ക് പെർഫോം ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് വേറെ രീതിയിലും കൊറിയോഗ്രാഫി ചെയ്യാം. ഞാനിപ്പോ ഇങ്ങനെ സമൃദ്ധാസനിന്റെ വീഡിയോ തന്നെ എടുത്ത് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട്, സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതുകൊണ്ട് ചെയ്തോന്നേ ഉള്ളൂ. അപ്പൊ എല്ലാം സെറ്റ് അല്ലേ? ഓക്കെ, ബൈ.